ഇത് നീ വാങ്ങിയതാ? ഓ അത് ഞാനൊന്നും വാങ്ങിയതല്ല, അമ്മ വാങ്ങി വെച്ചതാ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്, ഓൺലൈനിൽ ഓരോരോ സാധനങ്ങൾ വാങ്ങും. ഇതാ ബുദ്ധന്റെ സ്റ്റാച്ചു അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ പറയാ 300 രൂപയേ ഉള്ളൂ, ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അല്ലെങ്കിൽ മോനല്ലേ സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, ജോലിയും കൂലിയൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് പൈസന്റെ വിലയും മനസ്സിലാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്താ സ്കേർട്ടോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ് വാങ്ങി വെച്ചതാ. 200 300 എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം അമ്മയ്ക്ക്. എന്താ മോനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല മേ, ഇവിടെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയോ. ഞാനേ ഇത്ര നേരം മുറ്റമൊന്നും അടിച്ചിട്ടില്ലല്ലോ, ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു വരിയതാ മോളെ. ആ ഇനിയിപ്പോ വീടിന്റെ അകം അടിച്ചടിക്കാൻ വന്നായിരിക്കും അല്ലേ? ഞങ്ങള് മാറിത്തരമേ. വേണ്ട വേണ്ട, മാറി തരുമൊന്നും വേണ്ട, അടിക്കൽ തുടക്കലൊക്കെ ഞാൻ കഴിഞ്ഞതാ. അമ്മ എന്തമ്മ പറയുന്നത്? അമ്മ അടിച്ചു വരാണെങ്കിൽ ഈ ഹോള് ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ ഇങ്ങനെ കിടക്കുവോ? അതന്നെ മോനെ ഞാൻ പറയാൻ വരുന്നത്. ഞാൻ നേരത്തെ എനിക്ക് കിച്ചണും എന്റെ ബെഡ്റൂമും വൃത്തിയാക്കി, എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളെ നോക്കുമ്പോൾ ബെഡ്റൂം അടച്ചിട്ടിരിക്കണം. പിന്നെ ഇത്രയും വലിയ ഹോൾ അടിച്ചു തുടച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ മെഡിറ്റേഷന്റെ സമയം വരും. ഇന്ന് മുതൽ മക്കളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബെഡ്റൂമും ഹോളും നിങ്ങൾ അടിച്ചു തുടക്കും. ഒരു ബുക്ക് ഉണ്ട് വായിക്കാൻ എടുത്തു വെച്ചിട്ട്, പണ്ടൊക്കെ ഒരു ദിവസം കൊണ്ട് വായിച്ചു കഴിയുന്ന, ഇപ്പൊ എനിക്ക് എവിടെ നിന്ന് സമയം? വായിക്കാൻ സമയം കിട്ടലേ ഇല്ല. ഞാൻ കുറച്ചു നേരം നോക്കട്ടെ മോളെ. അത് മോനെ, എനിക്കൊരു 12,000 രൂപ വേണേ. ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് മതി. 12,000 രൂപയോ? അമ്മയ്ക്ക് എന്തിനാ ഇത്രയും പൈസ? അതോ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് മോനെ. ഇത്രയും പൈസ കൊണ്ട് അമ്മയ്ക്ക് എന്ത് പ്രോഗ്രാം ഉള്ളത്? അതോ കൊറേ കാലം കൊണ്ട് വിചാരിക്കണം മോനെ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാണെന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാർ പോകുമ്പോ എന്നെ എപ്പോഴും വിളിക്കും. എനിക്ക് എങ്ങനെ പോകാൻ കഴിയാ? നിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇപ്പോഴാണെങ്കിൽ എനിക്ക് പോകുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ മോനെ, നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ. ഈ ബുധനാഴ്ച മോനെ. അമ്മ എന്ത് ഭാവശ്യമേ ഇത്? അമ്മ സാധാരണ ഇങ്ങനൊന്നല്ലോ. രാവിലെ നേരത്തെ 4-5 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ എല്ലാ പണിയും ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടി നിന്നല്ലേ. ഇപ്പൊ ഞാൻ ഓരോന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ, യോഗ, പോരത്തിന് മോർണിംഗ് വാക്ക്. അമ്മ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ? ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതുപോലെ ഇപ്പൊ ടൂറ് പോകണം. എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത്? ഇത്രയും കാലം നിന്റെ പെങ്ങന്മാന്റെയും നിന്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചു. ഇപ്പൊ അവന്റെയും കല്യാണം കഴിഞ്ഞു, ഇപ്പൊ മോന്റെയും കല്യാണം കഴിഞ്ഞു, നിങ്ങളൊക്കെ സെറ്റിലായി. നിങ്ങളെയൊക്കെ വളർത്തി ഈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കട്ടാ.